ലാലിൻ്റെ എൻട്രിയോടുകൂടി അതുവരെ ഉണ്ടായതെല്ലാം മാറി. ലാലിൻ്റെ അടുത്ത് നമുക്ക് അത്രയും ബ്രീഫിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ക്യാരക്ടർ. ലാൽ അതിനു മുമ്പ് ഏതെങ്കിലും ഒരു മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റ് ഡയറക്റ്റായിട്ട് പോലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലൊന്നും വന്ന് അത് കണ്ടിട്ടുണ്ടാവാം, പക്ഷേ അത്ര ഡീറ്റെയിലായിട്ട് ഇങ്ങനെ ഭാവിയിൽ എനിക്കൊരു കഥാപാത്രം ചെയ്യാനുള്ളതാണെന്ന് ചിന്തിച്ചൊന്നും കണ്ടിട്ടില്ല. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് സത്യം പറഞ്ഞാൽ നമ്മുടെ എൻ്റെ മനസ്സിലൊരു പൂർണ്ണമായ ചിത്രം എൻ്റെ മനസ്സിലില്ല. അങ്ങനൊരു 7 bells ഇല്ല. വാസ്തവത്തിൽ 7 bells ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല. എൻ്റെ അതിശയം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കിൻ്റെ ബേസിക് സംഗതി കാറ്റാണ്. അത് അദ്ദേഹം ഇതിൻ്റെ ഈ ബെല്ലോസ് വെച്ചിട്ട് ഇതിൻ്റെ എന്നുള്ള ശ്വാസം പോലെ അത് മിക്സ് ചെയ്ത രീതി കാണണം വിദ്യാസാഗറിൻ്റെ. ഇവിടെ ഞാൻ എറണാകുളത്ത് ഓഡീഷന് വരുന്ന സമയത്ത് എനിക്കറിയില്ല എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. സാറ് വിളിച്ചു. ഞാൻ സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്താണ് ക്യാരക്ടർ എന്ന് എനിക്ക് സിബി സാർ പറഞ്ഞിരുന്നത്. പിന്നെ രവിചേട്ടനാണ് എനിക്ക് അതിൻ്റെ കഥയുടെ ഒരു സിനോപ്സിസ് പോലെ പറയുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നത് അതിഭീകരമായ ആനന്ദമാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ല ഇതൊക്കെ രണ്ടാമതും വേറെ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. വർഷത്തിന് ശേഷം ദേവദൂതൻ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. ദേവദൂതൻ്റെ സംവിധായകൻ സിബി മലയിൽ, തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരി, ഏറ്റവും സുപ്രധാനമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനീത് കുമാർ ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. 3 പേർക്കും സ്വാഗതം. ആദ്യം സിബി സാറിനോടും രഘുനാഥ് സാറിനോടും ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഈ സിനിമ തന്നെ നമ്മുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ സീരീസിൽ 2 പേരോടും ചോദിച്ചു കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്ക് വിനീതേട്ടനോട് ചോദിക്കാനുള്ളത്, മഹേശ്വർ എന്നൊരാളെ സംഗീതത്തിൻ്റെ മഹാഗുരു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ സിനിമ അഭിനയിച്ചതിന് ശേഷം പല കാലഘട്ടത്തിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്കൊന്ന് പലതരം സവിശേഷതയുള്ളൊരു ക്യാരക്ടറാണല്ലോ. ഈ പേഴ്സണലി എന്താണ് ദേവദൂതൻ? ദേവദൂതൻ എനിക്ക് പേഴ്സണലി വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സിനിമയാണ്. അതെങ്ങനെയാണ് സ്പെഷ്യലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുന്നത് സിബി സാറിൻ്റെ മുദ്ര എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് കഴിഞ്ഞ് ദശരഥം, ഭാരതം, അങ്ങനെ 2 സിനിമകൾ കഴിഞ്ഞിട്ട് അപ്പോൾ അല്ല, അത് പ്രായത്തിൻ്റെ മാത്രമല്ല ഗംഭീര സിനിമകളാണ്. അപ്പോൾ അത്തരം അതിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നില്ല ആ സിനിമയുടെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ സിബി സാർ എന്ന് പറയുന്ന ഒരു മേക്കറിനെയൊക്കെ നമ്മൾ പിന്നീടാണല്ലോ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് ദേവദൂതനിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എറണാകുളത്ത് ഓഡീഷന് വരുന്ന സമയത്ത് എനിക്കറിയില്ല എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. സാറ് വിളിച്ചു. സാർ വിളിച്ചാൽ എനിക്ക് ക്യാരക്ടർ ചോദിച്ചിട്ടല്ല ഞാൻ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്യുന്നത് ആ സമയത്ത്. പിന്നെ സിബി സാറിൻ്റെ ഒരു പടം ലാലേട്ടൻ്റെ കോമ്പിനേഷനിൽ എന്ന് പറയുന്നത് എപ്പോഴും ആ സമയത്ത് നമ്മുടെ ഏറ്റവും ആഗ്രഹിക്കുന്നൊരു ഇതാണ്. അപ്പോൾ അതിൽ ഞാൻ സെറ്റിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്താണ് ക്യാരക്ടർ എന്ന് എനിക്ക് സിബി സാർ പറഞ്ഞിരുന്നത്. പിന്നെ രവിചേട്ടനാണ് എനിക്ക് അതിൻ്റെ കഥയുടെ ഒരു സിനോപ്സിസ് പോലെ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കഥയാണെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെറ്റിങ്, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളത് പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിതൊരു സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും ആ സിനിമ ഇപ്പോഴും അത് ആളുകൾക്ക് സ്പെഷ്യലായിട്ട് ഇരിക്കുന്നതിൻ്റെ റീസണും അത് നമുക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നു സെറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. മഹേശ്വർ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സ്പെഷ്യലാകുന്നത് എൻ്റെ മുഖം ആളുകൾ എപ്പോഴും ഓർക്കുന്നത് അതിനകത്തുള്ളൊരു പാട്ടും ആ ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസും കൊണ്ടാണ്. അതെനിക്ക് എപ്പോഴും ഫേവറേറ്റാണ്. സാർ ഇതിലെ ഇപ്പം ഇതൊരു പാട്ടിൻ്റെ ഒരു നോട്ടിൽ ക്യാമറ വെച്ച് തുടങ്ങുന്ന ഒരു സിനിമ. പിന്നെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രാവിൻ്റെ ചിറകടി ശബ്ദം പോലും കഥാസഞ്ചാരമായിട്ട് മാറുന്നുണ്ട്. പിന്നെ അതിൽ ഈ പറഞ്ഞ ഓരോ പശ്ചാത്തല സൃഷ്ടിക്കും കൃത്യമായിട്ട് റോളുണ്ട് എന്ന് പറഞ്ഞല്ല. അങ്ങനെ ഈ സിനിമയുടെ ഒരു എഴുത്ത് രൂപമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും എന്താണ് ആദ്യം കുറിച്ചത് എന്തായിരിക്കും? കാരണം സിബി സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പഴകിയ താളാണ് വീണ്ടും ദേവദൂതൻ്റെ ആലോചന വരുന്ന സമയത്ത് എന്നോ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റും എടുത്തിട്ട് ആ പഴകിയ താളിൽ നിന്നാണ് സിനിമ പുനർജനിക്കുന്നതാണ് ഇപ്പോഴത്തെ ദേവദൂതൻ രൂപം. എവിടെയാണ് ശരിക്കും അത് എഴുതി തുടങ്ങിയത്? അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എഴുതി തുടങ്ങിയത് 1982-ലാണ്. ആരംഭം അവിടെ നിന്നാണ്. പക്ഷേ വന്ന സിനിമയുടെ ആരംഭം പിന്നീട് എത്രയോ കഴിഞ്ഞിട്ടുള്ള ആരംഭമാണ്. ആ വ്യത്യാസം ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടതായിരിക്കും. തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ എഴുത്തിൽ അങ്ങനൊരു സംഗീതം അതിലുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം സാവകാശമാണ് അതിലേക്ക് വരുന്നത്. ഈ സിനിമയിൽ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ വിശാൽ കൃഷ്ണമൂർത്തി ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അയാളുടെ മാക്സിമം ലെവലിലുള്ള സംഗീതത്തിലാണ് ഞാനത് തുടങ്ങിയത്.
അതുകൊണ്ടാണ് എന്തൊരു മഹാനുഭാവുലു അതിലേക്ക് വന്നത് തുടക്കത്തിൽ. സിബിയുടെ അതിന് ചിത്രീകരണവും രസമായിരുന്നു. പക്ഷെ ഞാൻ ആ ചിത്രീകരണത്തിൻ്റെ കംപ്ലീറ്റ് ഒന്നും ആ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടില്ല. അത് തുടങ്ങുന്നതാണ് അവൻ്റെ മ്യൂസിക് കമ്പോസിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ് എഴുതി. പക്ഷേ അത് ചെയ്തത് വേറെ ലെവലിലാണ് സിബി ചെയ്തത്. പിന്നീടാണ് കഥയിലേക്ക് കടക്കുന്നത്. ആ ഇൻ്റർവ്യൂ മുതലാണ് ശരിക്കും അത് കഥയിലേക്ക് കടക്കുന്നത്. ഇതിൻ്റെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായത്. എഴുതുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചു അതിനെപ്പറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യത്തെ അതിനകത്തുള്ള ആ സംഗീതത്തിൻ്റെ മെയിൻ എസെൻസ് ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ നറേഷൻ സ്റ്റൈലിൽ നിന്ന് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു 3 തവണയെങ്കിലും ഞാനത് 3 ലെയറായിട്ടാണ് ഞാനിതിൻ്റെ ഇതിലേക്ക് വന്നത്. ലാലിൻ്റെ എൻട്രിയോടുകൂടി അതുവരെ ഉണ്ടായിരുന്നെല്ലാം മാറി. പക്ഷേ ആ സംഗീതം ഞാൻ വിട്ടിട്ടില്ല. സംഗീതം അതാണ് അതിൻ്റെ സോള്. ഇതിൻ്റെ 7 ബെൽസും അതിൻ്റെ സോള് ഞാനങ്ങനെയൊക്കെ റീകളക്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം നീ ചോദിക്കുമ്പോൾ. നീ ചോദിച്ച നല്ല ചോദ്യമാണ്. പക്ഷേ എനിക്ക് എങ്ങനെ അത് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് പറയാനുള്ളൊരു വൈഷമ്യമുണ്ടത്. ഇതിൽ ഇപ്പം സാറ് നേരത്തെയും എനിക്കൊന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ സോങ് കൊറിയോഗ്രാഫിയിൽ ഒരു സിബി മലയിൽ ടച്ച് സിഗ്നേച്ചർ എന്ന് പറയുന്നത് എല്ലാ കാലത്തുണ്ട്. ഇപ്പം ദേവസഭാതലമാണെങ്കിലും ഈ കമലതലത്തിലെ പാട്ടാണെങ്കിലും ഇപ്പം കണ്ണീർ പൂവിൻ്റെ ശരിക്കും നമ്മൾ ഒരുപാട് സാധ്യതയുണ്ടോ ആ ക്യാരക്ടറിന് വെച്ച് ആ പാട്ട് ചെയ്യാമെന്നൊക്കെ നമ്മളൊരു വിഷ്വൽ കാണുന്നത്. പക്ഷെ അവിടെയും നമ്മൾ ഓർത്തെടുക്കാവുന്നൊരു ദൃശ്യപദം അതിനുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഇപ്പം ഒരു പേപ്പറിലെ നോട്ടിലാണ് നമ്മൾ ഈ സിനിമയുടെ വിഷ്വൽ തുടങ്ങുന്നത്. അതിൽ ശരിക്കും എന്തൊരു മഹാനുഭാവുലു എന്നുള്ള ആ വരികളിലേക്ക് എത്തുന്ന സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ബോഡിയിൽ കൂടിയുള്ളൊരു താളം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്നതിനപ്പുറത്ത് അദ്ദേഹം തന്നെ ഒരു അതിൻ്റെ റിതം സൃഷ്ടിച്ചാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒരു അതായത് നമ്മൾ ആ പാട്ട് കേൾക്കുന്നൊപ്പം അത് കണ്ടീഷൻ ചെയ്യപ്പെടുവാണല്ലോ. ആ പാട്ടിലൂടെ ആ സിനിമയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങാണല്ലോ. അപ്പോൾ ആ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാട്ട് അതിനൊരു കോമ്പോസിഷൻ ഉണ്ടല്ലോ. എനിക്കറിയാം സാറ് ആ മൊമെൻറ്റിലായിരിക്കും ചിലപ്പോൾ ആലോചന നടത്തുന്നത്, നേരത്തെ ഒരു പ്ലാൻ ചെയ്തിട്ടല്ല. എന്നാൽ പോലും ഒരു സംഗീതജ്ഞനാണ് അവതരിപ്പിക്കേണ്ടത്. ആക്ടർക്ക് ഒരുപാട് ബ്രീഫ് ഇപ്പം കമലതളത്തിലെ കഥാപാത്രത്തിന് നന്ദഗോപനെ പോലെ കൊടുക്കാൻ പറ്റുന്നൊരു സ്പേസ് ഇല്ലല്ലോ. എന്നാൽ പോലും മോഹൻലാലിന് കൊടുത്തൊരു ബ്രീഫ് എന്തായിരുന്നു? സാറിൻ്റെ ഒരു ആലോചന എന്തായിരുന്നു ഈ ആ പാട്ടിൽ തുടങ്ങുന്ന ഒരു കഥ? മോഹൻലാൽ ഈ പ്രോജക്റ്റിലേക്ക് വരുമ്പോഴാണ് നേരത്തെ രഘു പറഞ്ഞ പോലെ മ്യൂസിക്കിന് ഇത്രമാത്രം പ്രാധാന്യം അതിലേക്ക് കടന്നു വന്നത്. കാരണം ഒരു അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനെയാണ് നമ്മൾ ഈ കഥയിൽ പ്രോട്ടഗണിസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ സീക്വൻസിൽ തന്നെ ഇയാളുടെ സ്റ്റേച്ചർ എന്താണ്, ഇയാൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ ഒരു സിംഫണിയുടെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സീക്വൻസിലൂടെ നമ്മൾ തുടങ്ങുന്നത്. നേരത്തെ മനേഷ് സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ പ്രാധാന്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാവും ആദ്യം തന്നെ ആ നൊട്ടേഷൻ്റെ ഷോട്ടിലൂടെ തുടങ്ങുന്നത്. അതാണ് ഈ സിനിമ തുടങ്ങുന്ന ആ നൊട്ടേഷൻ്റെ ഷോട്ടിലാണ്. അത് യഥാർത്ഥത്തിൽ വിദ്യാസാഗറിൽ നിന്ന് ഞാൻ മേടിച്ചെടുത്തതാണ്. അദ്ദേഹം ചെയ്ത നൊട്ടേഷൻ എഴുതിയ അതേ പേപ്പർ തന്നെയാണ്. അത് അറിയാവുന്നവർ, മ്യൂസിക് അറിയാവുന്നവർക്ക് അത് ചിലപ്പോൾ അത് റീഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഒരു എന്താണ് ഓത്തൻറ്റിക്കായിട്ട് പെർഫോം ചെയ്യാൻ മോഹൻലാലിനെ പോലുള്ള ആക്ടർക്ക് മാത്രമേ കഴിയൂ നമുക്കറിയാം. കാരണം ലാലിന് എപ്പോഴും ഒരു താളബോധമുണ്ട്. ലാലിൻ്റെ ആക്ടിങ്ങിൽ നമ്മൾ പതിവ് രീതികളിൽ മറ്റ് ആക്ടേഴ്സിൽ കാണാത്ത പലപ്പോഴും അപതാളമാണെന്ന് തോന്നുന്ന ചില ഒരു വേ ഓഫ് ആക്ടിങ് ലാലിനുണ്ട്. ഡയലോഗ് പറയുമ്പോഴുള്ള ചില പോസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തല്ല ലാൽ പോസ് കൊടുക്കുന്നത്. ഒരു എഴുത്തുകാരൻ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ചില വേരിയേഷൻസ് ഡയലോഗുകൾ റെൻഡറിങ്ങിലൊക്കെ ലാൽ കൊണ്ടുവരുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു താളബോധത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു മ്യൂസിക് കണ്ടക്ടറായിട്ട് അദ്ദേഹം വരുമ്പോൾ ഞാൻ വലിയ ബ്രീഫിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ലാലിൻ്റെ അടുത്ത് നമുക്ക് അത്രയും ബ്രീഫിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ക്യാരക്ടർ, ഇയാൾ വളരെ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു വലിയ പുരസ്കാരം നേടിയ ഒരു തലത്തിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ തന്നെ അയാളൊരു മ്യൂസിക് ലാൽ അതിനു മുമ്പ് ഏതെങ്കിലും ഒരു മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് ഡയറക്റ്റായിട്ട് പോലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലൊന്നും വന്ന് അത് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഭാവിയിൽ എനിക്കൊരു കഥാപാത്രം ചെയ്യാനുള്ളതാണെന്ന് ചിന്തിച്ചൊന്നും കണ്ടിട്ടില്ലല്ലോ. അത്ര വലിയ ഒരു ആഴത്തിലുള്ള നിരീക്ഷണവും നടത്തിയിട്ടുണ്ടാവില്ല.
പക്ഷേ ഇയാൾ അങ്ങനെയാണ്. ഇയാളിലേക്ക് ഈ ആക്ടറുടെ, ലാലെന്ന് പറയുന്ന ആക്ടറുടെ ഒരു പ്രത്യേകത ഇതാണ്. അയാളിലേക്ക് നമ്മളൊരു കഥാപാത്രത്തെ കൈമാറിക്കഴിഞ്ഞാൽ ലാൽ തന്നെ പറയണ്ട, അപ്പോൾ അന്ന് ചെയ്യുന്നു, ആരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ലാൽ തന്നെ പലപ്പോഴും പറയുന്നത്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ കയ്യിൽ ഈ കണ്ടക്ടർ അയാളുടെ ആ ബാൻഡും അയാളുടെ കൈയുടെ ജസ്റ്റേഴ്സ്, കൈയുടെ മൂവ്മെൻറ്റ്, ഇതിനകത്തെല്ലാം ഒരു ഒഴുക്കാണ്. വല്ലാതെ ഇയാളത് ആസ്വദിക്കുന്നുണ്ട്. ഈ ലാലിൻ്റെ ക്ലോസിൽ ലാൽ അങ്ങനെ വല്ലാതെ അതിനകത്തോട്ട് ലയിച്ചു പോകുന്നൊരു. അപ്പോൾ അത് നമ്മളെ വീണ്ടും വീണ്ടും ആ അടുത്ത ഷോട്ടുകളിലേക്ക് നമ്മളെ അങ്ങോട്ട് പുഷ് ചെയ്ത് വിടും. അത് ഈ ഒരു എന്താണ് ഈ സ്റ്റേജിൻ്റെ പെർഫോമൻസ് എന്ന നിലയിൽ ചെയ്യുന്ന ആ ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് ഇത് പടരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. ഇതിൻ്റെ വിഷ്വൽ വേറെ തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് മാത്രം നിന്ന് കഴിഞ്ഞാൽ അതൊരു മൊണോട്ടണസ് ആയിട്ടുള്ളൊരു ഒരു പിക്ചറൈസേഷനായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ഡോറിലേക്കും ഈ കടൽ തീരവും പിന്നെ ഊട്ടിയിലെ ലാൻഡ്സ്കേപ്പുകളിലേക്കും അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലെയിനിലേക്ക് ഇതിനെ കൊണ്ടുപോയത് അതുകൊണ്ടാണ്. കാരണം അത് അത്രമാത്രം പ്രേക്ഷകരെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഹുക്ക് ചെയ്യണം. അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, ഈ കഥയിലേക്ക്, ഈ സിനിമയിലേക്ക് അവർ കടന്നു കയറണം. അപ്പോൾ അതാണ് ആ ഒരു ചിത്രീകരണത്തിൽ ഞാൻ എടുത്തൊരു എന്താണ് അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം അതിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊട്ട് മുമ്പ് വന്ന മോഹൻലാലിൻ്റെ ശരീരപ്രകൃതി അല്ല അതിൽ ഏറെക്കുറെ നന്നായി മെലിഞ്ഞു. മോഹൻലാലിൻ്റെ തന്നെ ആ സമയത്ത് ഏറ്റവും മെലിഞ്ഞ രൂപമാണ്. പിന്നെ ഈ ഇത്രത്തോളം കവർ ചെയ്തിട്ടുള്ള കൈകളിലാണ് നമ്മൾ കാണുന്നത്. അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് അത് ബാക്ക് ഷോട്ട് എന്നാൽ എവിടെ നിന്നാണെങ്കിലും ഒരു അടിമുടി താളമുള്ള മനുഷ്യനായിട്ട് ആ പാട്ടിൻ്റെ ഋതത്തിനനുസരിച്ച് തന്നെയാണല്ലോ അതിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത് ഒരു ചിത്രീകരണം എങ്ങനെയായിരുന്നു? അതൊരു മ്യൂസിക്കൽ ഓർഡറിൽ തന്നെ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇല്ല, നമ്മൾ ആദ്യം ആ സിനിമ തുടങ്ങിയതും ഷൂട്ട് ചെയ്തത് ഇതേ സീക്വൻസാണ്. കഥയുടെ ആദ്യത്തെ സീക്വൻസ് തന്നെയാണ് സിനിമയിൽ, തിരക്കഥയിലെ ആദ്യത്തെ സീക്വൻസ് തന്നെയാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ക്യാരക്ടറിലേക്ക് അയാളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളത്. ഈ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നതോടുകൂടി അയാളിലേക്ക് അത് എത്തും. അയാൾ ചെയ്ത ഒരു മാസ്റ്റർ പീസ് എന്ന നിലയിൽ ഇതാണ് ഞാൻ ചെയ്ത ഈ കഥാപാത്രം ചെയ്തതെന്ന് ആക്ടറുടെ ഉള്ളിലേക്കും കൂടെ കയറണം. ആ ഒരു ലെവലിൽ നിൽക്കുന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് തോന്നണം. നമ്മൾ പറഞ്ഞു കൊടുത്താലും അയാളത് ഇനാക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അയാളുടെ ഉള്ളിലേക്ക്, അയാളുടെ ശരീരത്തിലേക്ക്, അയാളുടെ മനസ്സിലേക്കൊക്കെ അത് ആഴത്തിൽ പതിയുകയുള്ളത്. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ അത് ടെക്നിക്കലാണ്. ഈ സീക്വൻസ് കഴിഞ്ഞാൽ ഇയാൾ പഴയ കാലത്തെ ഇയാളുടെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പത്തെ ഇയാളുടെ കോളേജ് വിട്ടതിന് ശേഷം ഇവിടേക്ക് എത്തുന്നതിനും ഇടയിലുള്ളൊരു കാലഘട്ടമാണ്. അതിലേക്ക് വരുമ്പോൾ ഇയാളുടെ രൂപത്തിന് വേറൊരു മാറ്റം, അതാണ് താടി വരുന്നത്. അപ്പോൾ താടിയുള്ള എല്ലാ പോർഷൻസും ആദ്യം ഷൂട്ട് ചെയ്തു. ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്ത്, ഊട്ടിയിലും ചെന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്ത ശേഷമാണ് ഇയാളുടെ ആ ഒരു ട്രോഫി കൊണ്ട് അവിടെ വെക്കുന്ന സീക്വൻസ് എടുക്കുന്നിടം വരെയും ഷൂട്ട് ചെയ്തത്. അതായത് വെരി എൻഡിൽ വരുന്നത് അതും ഷൂട്ട് ചെയ്ത ശേഷമാണ് ഇയാളെ താടി വെടിച്ചിട്ട് ഇയാളുടെ ഈ ഒരു പിന്നെ ക്യാമ്പസിലേക്ക് എത്തുന്നത്, മറ്റ് ആ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഇവിടെ ഇത് ഷൂട്ട് ചെയ്യുന്നതോടുകൂടി ഞാനും ട്രാക്കിൽ കയറുകയാണ്. എനിക്കും ഇതൊരു വലിയ വാസ്റ്റ് ഒരു പ്ലെയിനിൽ കിടക്കുന്ന കഥയാണ്. എൻ്റെ മനസ്സിലത് വളരെ ആഴത്തിലുണ്ട്. കാരണം 18 വർഷം കൊണ്ട് നടന്നൊരു ചിന്തകളും വിഷ്വൽസും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ വേർഷനിലേക്ക് എത്താനായിട്ട് ഞാൻ എന്നെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നതും ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആക്ടറും മേക്കറും ഒരേപോലെ ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുന്ന അവിടെയാണ്. അതോടുകൂടി എനിക്ക് കംഫർട്ടബിളായി. പിന്നെ എനിക്ക് ഊട്ടിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു മേക്കിങ്ങിലേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ എനിക്കൊരു അതോറിറ്റി ഉണ്ടായി വന്നെന്ന് എനിക്കും ബോധ്യപ്പെട്ടത്. ഇപ്പം സാറാണെങ്കിൽ എഴുത്തിൽ എല്ലാത്തരം വൈവിധ്യതകളെയും പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം കുട്ടിച്ചാത്തൻ പോലെ, പിറവി പോലെ, വാനപ്രസം പോലെ, അങ്ങനെ ഒരു പല തലങ്ങളിലുള്ള പല സ്വഭാവമുള്ള നമ്മളിപ്പോൾ പറയുന്ന പല ജോൺറ സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇതിലാണെങ്കിൽ പ്രാവിൻ്റെ ചിറകടിക്ക് അതിനൊരു തലമുണ്ട്, അതൊരു മെറ്റഫർ പോലെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രാവിൻ്റെ സാന്നിധ്യം ആ രീതിയിലാണ് വരുന്നത്. ഇപ്പം നായ കുരയ്ക്കുന്നതാണെങ്കിൽ അതിന് എല്ലാത്തിനും, ഇപ്പം മണികൾക്കാണെങ്കിലും ഇതിനെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിദ്യാസാഗർ ഒരു തമിഴ് ഇൻ്റർവ്യൂവിൽ എത്രയോ മുമ്പ് പറയുന്നുണ്ടായിരുന്നു, ഇതിനൊരു ശ്വാസോച്ഛ്വാസമുള്ള ശ്വാസനിശ്വാസങ്ങളുള്ള ഒരു അവയവം പോലെയാണ് ഈ 7 ബെൽസ് എന്ന് പറയുന്നത് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അതിലേക്കാണ് ഞാൻ സംഗീതം നിറച്ചതെന്ന് നേരത്തെ പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പറയുന്നത് നമുക്ക് പറയുന്ന ഒരു അപൂർവത ഉണ്ടാക്കണം, എന്നാൽ അതൊരു അവിശ്വസനീയതയാണ്. അതെല്ലാം ചേർന്നിട്ട് നമ്മൾ പറയുന്നൊരു മിസ്റ്ററി എന്ന് നമ്മൾ പറയുന്നൊരു തലം കൂടി ഉണ്ടാക്കണം. പക്ഷേ ഇത് നമ്മൾ തിയേറ്ററിലെത്തുമ്പോഴും അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് സംവിധായകനിലെത്തുമ്പോഴും സംവിധായകനും ആക്ടറും സർവ്വരും അത് വിശ്വസിച്ച് അഭിനയിക്കുകയും വേണമല്ലോ.
ഈ പറഞ്ഞ എങ്ങനെയാണ് ഒരു സ്വയം വിശ്വസനീയത ഉണ്ടാക്കിയത്? നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലേക്ക് അതിനൊരു രൂപം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദേവദൂതൻ എന്ന് പറയുന്നൊരു ടോട്ടൽ കൺസെപ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അതങ്ങനെ ഉണ്ടായതാണ്. ആ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് സത്യം പറഞ്ഞാൽ നമ്മുടെ എൻ്റെ മനസ്സിലൊരു പൂർണ്ണമായ ചിത്രം എൻ്റെ മനസ്സിലില്ല. അങ്ങനൊരു 7 bells ഇല്ല വാസ്തവത്തിൽ. 7 bells ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല. പക്ഷെ എനിക്കതൊരു പിയാനോ ആയിട്ടോ അല്ല അങ്ങനെ ആയിട്ടോ ഒന്നും ഹാർമോണിയത്തിൻ്റെ കൂടി ഇല്ല. അത് പിയാനോ ആയിട്ട് അങ്ങ് സങ്കല്പിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു പിയാനോ അവിടെ കൊണ്ടുവച്ചിട്ട് ആ പിയാനോ വായിക്കാൻ. പക്ഷേ ഈ കഥയിൽ വളരെ അപൂർവമായൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അവിടെ ഉണ്ടാവുകയും അത് വായിക്കാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ വടക്കുന്ന എവിടുന്നോ ഇവിടെ കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എവിടുന്നോ ഇദ്ദേഹത്തിന് കിട്ടിയതോ അല്ലെങ്കിൽ ഏതോ വഴിയിൽ എവിടുന്നോ ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തുനിന്ന് വന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം അത്. അങ്ങനെ ഞങ്ങളിതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കും ഞാൻ സിബിയോട്. അങ്ങനെ വന്നാണ് ഈ 7 bells എന്ന് പറയുന്നതും ഒരു 7 മണികൾ മാത്രം ഉള്ളൊരു അങ്ങനെ ഒരു സംഭവം അല്ല അത്. അതിൻ്റെ ഒരു വിഷ്വൽ ഫോമിലേക്ക് മനസ്സിലുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞ് വന്നത് അതിൻ്റെ ഒരു ഡ്രോയിങ് പ്ലാൻ ചെയ്യുന്നത് മൂർത്തിയാണ്, പ്രകാശ് മൂർത്തിയാണ്. അതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ അവൻ്റെ മനസ്സിൽ അവനെ കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് പിന്നെ അത് ഇംപ്രവൈസ് ചെയ്തിട്ട് അത് പ്രകാശമൂർത്തി വരച്ചതാണ്. അവിടുന്ന് പിന്നെ ആർട്ട് ഡയറക്ടറാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം ഉണ്ടാക്കുന്നത്. ആ ഫിസിക്കൽ ഫോം ഉണ്ടാക്കുമ്പോഴാണ് ഈ ബെല്ലോസ് എന്ന് പറയുന്ന ആ സംഗതി ഇതിൻ്റെ ശ്വാസമായിട്ട് മാറുന്നത്. എൻ്റെ അതിശയം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കിൻ്റെ ബേസിക് സംഗതി കാറ്റാണ്. സ്ട്രിങ് ഉണ്ട് എല്ലാത്തിൻ്റെ ഉണ്ടെങ്കിലും അതിനൊരു ഫ്ലൂട്ട് വല്ലതൊരു കാറ്റുനിന്ന് വരുന്നതല്ലേ സംഗീതത്തിൻ്റെ ഒരു ആരംഭം എന്നൊക്കെ പറയുന്നത്. അത് അദ്ദേഹം ഇതിൻ്റെ ഈ ബെല്ലോസ് വെച്ചിട്ട് ഇതിൻ്റെ എന്നുള്ള ശ്വാസം പോലെ അത് മിക്സ് ചെയ്ത രീതി കാണണം വിദ്യാസാഗറിൻ്റെ. അത് ശരിക്കും നമുക്ക് തോന്നുന്നു ഈ സംഗീതത്തിൻ്റെ അകത്ത് ഈ ആത്മാവിൻ്റെ ഒരു ശ്വാസമായിട്ടൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് മനസ്സുകൊണ്ട്. നമ്മളെ സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ഓബ്ജക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ഈ 7 bells. അത്രയും ശക്തമായൊരു ക്യാരക്ടർ ഇല്ല. അതാണ് ഈ നിഖിൽ മഹേശ്വർ എന്ന് പറഞ്ഞ ആളുടെ പ്രസൻസ് അതാണ് തരുന്നത്. ബാക്കിയെല്ലാം മെറ്റീരിയലാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ശ്വാസം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്ത ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മൾ സമ്മതിക്കണ്ടേ. അത് ആ മ്യൂസിക് നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിൽ ആ മ്യൂസിക്കിൽ ആ സൗണ്ട് കിട്ടും നിങ്ങൾക്ക്. മനോഹരം. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണത്. എൻ്റെ സങ്കല്പത്തിലും മുകളിലാണ് അതിൻ്റെ എലിവേറ്റഡ് ഫോമാണ് സിനിമ. എന്നെ സംബന്ധിച്ചോളം ഞാൻ എഴുതിയൊരു തിരക്കഥയുടെ എലിവേറ്റഡ് ഫോം കാണാനാണ് ഞാൻ പ്രേക്ഷകനായിട്ട് കാത്തിരിക്കുന്നത്. അതെനിക്ക് പൂർണ്ണമായും കിട്ടിയൊരു സിനിമയാണ്. അതാണ് എനിക്ക് സിനിമയുള്ള വല്ലാത്തൊരു അടുപ്പം. ഞാൻ ഇപ്പോൾ 1 മുതൽ 0 വരെ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന ഷാജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വിഷ്വല് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കും. പക്ഷെ കിട്ടാത്ത സമയങ്ങളും ഉണ്ട് വേറെ പടങ്ങളിലൊക്കെ. അതാണ്. അപ്പോൾ എന്നെ സമയത്തോളം നമ്മുടെ എൻ്റെ മനസ്സിൽ നിന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എലിവേഷൻ, ഒരു പ്രകാശം അതിന് ചുറ്റും വരണം, ഒരു ഹാലോ വരണം. അത് വന്നൊരു സിനിമ. പിന്നെ ഈ ഫാൻറ്റസി നമ്മൾ റിയാലിറ്റി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ റിയാലിറ്റിക്ക് അകത്തേക്ക് ഫാൻറ്റസി കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് രണ്ടും ശരിക്കും അങ്ങോട്ട് മെർജ് ചെയ്ത് ലയിച്ച് വരണം. അല്ലെങ്കിൽ രണ്ടും വിട്ടു നിൽക്കും. അത് സാധിച്ചു ഈ പടത്തിൽ. ഇതിൻ്റെ ബാക്കിയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. ഇതെങ്ങനെ അതിൻ്റെ സാമ്പത്തിക ലാഭമോ അതൊന്നും ഞാൻ അലട്ടുന്ന പ്രശ്നമേ അല്ല. വിഷമങ്ങൾ വേറെയാണ് അല്ലേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അനുഭവിക്കുന്നത് അതിഭീകരമായ ആനന്ദമാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ല ഇതൊക്കെ രണ്ടാമതും വേറെ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഈവൻ സിബി ഇത് പറഞ്ഞപ്പോഴും സിയാദ് പറഞ്ഞപ്പോഴും ഞാൻ ആദ്യം സ്റ്റണ്ടായിരുന്നു. ഇത് പോസിബിൾ ആണോ എന്നൊക്കെ ആലോചിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇവർ കുറച്ച് മുന്നോട്ട് പോയ ശേഷമാണ് ഞാനിതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ത്രില്ല. ഞാനിപ്പോൾ ശരിക്കും 1982 സിബിക്ക് വേണ്ടി തിരക്കഥ എഴുതിയപ്പോഴും എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണോ 2000 തുടങ്ങുമ്പോഴുള്ള മെൻ്റൽ സ്റ്റേറ്റ് എന്താണോ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതെനിക്ക് തന്നത് സിയാദ് തന്നെയാണ്. സിയാദും സിബിയാണ്. പക്ഷേ സിയാദിനത് സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു
ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അത് ഇതെങ്ങനെ സംഭവിക്കുന്ന ഒരു സിനിമയായിരിക്കാം ചിലപ്പോൾ. റയറസ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയായത്. പിന്നെ സിയാദ് പറഞ്ഞത് നിങ്ങളിപ്പം സ്ഫടികം റിലീസായിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ സ്ഫടികമൊക്കെ തിയേറ്ററിൽ ആദ്യകാലത്ത് തന്നെ ഗംഭീരമായിട്ട് ഓടിയ സിനിമയാണ്. എന്നുവെച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടായത്. ഇത് അതിനൊന്നും ഏഴായിരത്ത് എത്തിയിട്ടില്ല ആ സമയത്തൊന്നും. എന്നിട്ട് ഇത് വരുന്നു എന്ന് പറയുമ്പോൾ സംതിങ് പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം വരുന്നു. പക്ഷെ അതിന് എന്നാലും ഒരു നിർമ്മാതാവിന് വില്ലിങ് ആവണ്ടേ, അയാളുടെ ഉള്ളിൽ പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു മാറണ്ടേ. പിന്നെ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു സിയാദിൻ്റെ ഇതിൻ്റെ നമ്മൾ സാമ്പത്തികം ആലോചിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കും ഇദ്ദേഹത്തിന് വേണ്ടി എന്താ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സിബി ആലോചിച്ചിട്ടുണ്ട്. സിബിയുടെ ഇഷ്ടം എന്ന് പറയുന്ന സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ സിയാദിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ സൗഹൃദം, ആ സൗഹൃദത്തിന് എന്തെങ്കിലും താങ്ങ് കൊടുക്കാൻ ഞാനും ഇവനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പ്രസൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. കൂടെ നിന്ന് പോയിട്ടുണ്ട്. നമ്മളുടെയും സമയവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതും അതുപോലെ ഒരു നിർവൃതിയുണ്ട് വസ്തു. ഇത് എന്ത് തന്നെ ആയാലും ഇതിനെ ഇഷ്ടപ്പെട്ട് ആൾക്കാർ വീണ്ടും വീണ്ടും ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ വന്നാണ് ഇതിപ്പോൾ ഈ യങ്സ്റ്റേഴ്സിൻ്റെ പുതിയ ആൾക്കാർ, ഇത് കാണാത്ത ആൾക്കാരാണ് മാറ്റുന്നത്. ഞാനന്ന് ഈ പടം ഫൈനൽ മിക്സിങ് കഴിയുമ്പോൾ ഞാനൊരു കുറച്ച് നേരമെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, ഇത് ആൾക്കാർക്ക് മനസ്സിലാവുമോ, ഇഷ്ടപ്പെടുമോ ഇന്നത്തെ. കാരണം ഈ കിടക്കുന്ന അതിന് മുമ്പ് വരുന്ന പടങ്ങളൊക്കെ ലാലിൻ്റെ നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ മീശ വിരിച്ചുള്ള പടം എന്നല്ലേ നമ്മൾ പറയുക അന്നത്തെ. അപ്പോൾ ഇതെങ്ങനെ എടുക്കും എന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വാസ്തവത്തിൽ. ഞാൻ എപ്പോഴും ഒരിക്കൽ റെക്കോർഡിങ് കഴിയുമ്പോൾ ഫൈനൽ മിക്സിങ് കഴിയുമ്പോൾ സിബിയിൽ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരും ആ പടത്തെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഒരിക്കലും തിയേറ്ററിൽ അങ്ങനെ ഒരു ആൾക്കാർ പ്രേക്ഷകൻ അങ്ങനെ സ്റ്റാർഡം വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സിനിമയുടെ വ്യാപാര സംഗതികളെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല. എനിക്കതിൻ്റെ ഒരു കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഒന്നും അറിയില്ല. അതൊന്നും നമ്മൾക്ക് പഠിക്കാനും അറിയില്ല. നമ്മൾക്ക് സിനിമ എടുക്കാനേ അറിയുള്ളൂ. ആ എടുക്കുന്ന സിനിമയുടെ ശബ്ദവും എഴുതി കൊടുക്കുന്ന സിനിമയുടെ കഴിയുന്നത്ര മനോഹരമാക്കാനേ സാധിക്കുള്ളൂ. അത് ഞാൻ മനോഹരമാക്കി ഇദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അതിൽ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തു, അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. തിയേറ്ററിൽ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ ഇത് വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞ് 24 വർഷം ഞങ്ങൾ വീണ്ടും വിളമ്പുന്നു. അത് ഞങ്ങളെ പ്രേരിപ്പിച്ച കുറേ പ്രേക്ഷകർ തന്നെയാണ്. അത് വലിയൊരു കാര്യമല്ലേ. സിബിസാറിൻ്റെ കാര്യത്തിൽ ഇപ്പം നേരത്തെ ഇപ്പം സതയം നോക്കിയാണ് ഭയങ്കര മിനിമൽ സ്പേസിലിരുന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും ഗംഭീരമായ നരേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ 7 വെൽസ് ഒരു ഒബ്ജക്റ്റാണ്. ഈ പ്രാവ് എവിടെയൊക്കെയാണോ ഈ പറഞ്ഞ ഈ ഒരു ഏൽപ്പിച്ചൊരു ദൗത്യത്തിൽ നിന്ന് വിശാൽ പിന്മാറുന്ന അവിടെയൊക്കെ പ്രാവ് ഒരു സാന്നിധ്യമായിട്ട് വന്നിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ പറയുന്ന ഈ ഇടിച്ചെത്തുന്ന കുതിര, അങ്ങനത്തെ ഒരുപാട് ഈ പറയുന്ന മിസ്റ്ററിയുടെ പശ്ചാത്തലം ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ഒറ്റ നേർരേഖയിൽ അങ്ങനെ പോവുമല്ല. ഇതെല്ലാം ഈ പറയുന്ന ഒരു ഹൈപ്പർ ലിങ്ക് നെറേറ്റീവ് പോലെയൊക്കെയാണ് വരികയൊക്കെ ചെയ്യുന്നത്. മുമ്പ് ചെയ്ത സിനിമകളെക്കാൾ ഒരുപാട് ഒബ്ജക്റ്റുകൾ, മെറ്റഫർ, ഇതൊക്കെയുള്ള നമ്മൾ പുറമേ നോക്കിയ ഒരു കോംപ്ലക്സിറ്റി ഫിലിം മേക്കിങ്ങിലുള്ളൊരു സംഗതിയായിരുന്നല്ലോ. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം നമ്മൾ ഈ എന്തരോ മഹാനുഭാവുലും ഒക്കെ വിഷ്വലൈസ് ശേഷം കണ്ടപ്പോൾ കിട്ടുന്ന അതേ ആനന്ദത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്ന സിനിമയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ ഒരു സിനിമ കണ്ടു തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, 18 വർഷവും ഉള്ളിൽ കൊണ്ട് നടന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യ സിനിമയുടെ കൂടെ ഒരു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു മുറിയിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഓരോ സീനും എഴുതി കഴിയുമ്പോൾ ഞാൻ വായിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ എനിക്ക് ഇതിൻ്റെ വിഷ്വൽസിലേക്ക് ഞാൻ അപ്പോഴേ സഞ്ചരിച്ചു തുടങ്ങി. ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും, ഇതെങ്ങനെയായിരിക്കും, അതിൻ്റെ ഷോട്ടുകൾ എൻ്റെ മനസ്സിൽ അന്ന് രൂപപ്പെട്ടു. ഞാനൊരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ വിഷ്വൽസ് വന്നു തുടങ്ങി. അത് ഈ 18 വർഷക്കാലം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പുതിയ വേർഷനിലേക്ക് വരുമ്പോഴും അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു വിഷ്വൽ പാറ്റേൺ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചാലും എനിക്ക് ഇതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഞാനത് മനസ്സിൽ അന്നേ 82 തൊട്ട് ഹൃദിസ്ഥമാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് നമുക്ക് മോണിറ്ററോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ പിക്ചറൈസ് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ മോണിറ്ററിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്.